നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ്. അമേരിക്കയും ഇസ്രായേലും പങ്കാളികളായി യുദ്ധം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇത് ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? പലരും ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു പൊതുബോധം ഇറാനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഇസ്രായേലിനെയും എതിർക്കുന്ന നിലപാടാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ മറന്നു പോകുന്നത് ലക്ഷക്കണക്കിന് മലയാളികൾ പണിയെടുക്കുന്ന സൗദിയിലും ഖത്തറിലും UAE-യിലും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെയുള്ള മലയാളികൾ പോലും ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നില്ല. തെമ്മാടി രാഷ്ട്രമായ ഇറാനെതിരെയാണ് ഇവരുടെയൊക്കെ നിലപാട്. ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇറാനെ എതിർത്ത് അമേരിക്കയും ഇസ്രായേലിനും പിന്തുണയ്ക്കുകയാണ് എന്ന മിനിമം കാര്യം പോലും മനസ്സിലാക്കാതാണ് ഇവരൊക്കെ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ തിയറിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ഇറാൻ എന്ന ഭീകര രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ബഷീർ വള്ളിക്കുന്നെന്ന ഇടതുപക്ഷത്തിന് വേണ്ടിയും തീവ്ര ഇസ്ലാമിന് വേണ്ടിയും വാതോരാതെ ചിലയ്ക്കുന്ന ഗൾഫിൽ താമസിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന തെക്കൻ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂളിന് നേരെ മിസൈൽ തൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ആക്രമണങ്ങളുടെ തുടക്കം. തെറ്റാണ് ബഷീറെ. തുടക്കം അയത്തുള്ള അലി ഖുമേനിയുടെ തലയെടുത്തുകൊണ്ടാണ്. ഇറാൻ സൈനിക മേധാവിയുടെ ജീവൻ എടുത്തുകൊണ്ടാണ്. അവരെയൊന്നും തൊടാനുള്ള ധൈര്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇല്ല. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ബഷീറിനെ അത് സമ്മതിക്കാൻ മടിയായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് നിലവിളിക്കുന്നു. ഇറാനെ തൊട്ടാൽ ഇസ്രായേൽ പാഠം പഠിക്കും, അമേരിക്ക ഏറ്റവും വലിയ അബദ്ധം കാണിക്കുമെന്ന് പറഞ്ഞ് ഗീർവാണം അടിച്ചവരാണ് ഇപ്പോൾ കിടന്നു മോങ്ങുന്നത്. നോക്കൂ, കൃത്യമായി സ്പോട്ട് ചെയ്ത് ആക്രമിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഏതെങ്കിലും ഒരു കെട്ടിടത്തെ അതിന് മുന്നിൽ പാർക്ക് ചെയ്ത ഒരു വാഹനത്തെ പോലും ഉന്നം തെറ്റാതെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പഴയ കാലത്തെ പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൊട്ടിക്കുന്ന ഒരു പരിപാടി അല്ല എന്നുള്ളത്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനെ ആക്രമിക്കുന്നത് കൃത്യമായി ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ്. രക്തം മരവിച്ചു പോകുന്ന ഇതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് സമ്പൂർണ്ണ പിന്തുണ കൊടുത്ത് തിരിച്ചു പോകുന്നത്. ഇന്ത്യ നിങ്ങളുടെ കൂടെയാണെന്ന് ഉളുപ്പില്ലാതെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതം പോലും സംഘർഷഭരിതമായി. അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചോ അതിന് ഡിപ്ലോമാറ്റിക് പരിണിതികളെക്കുറിച്ചോ മണ്ണും ചാണുമറിയാത്ത ഒരു പോഴനാണല്ലോ രാജ്യം ഭരിക്കുന്നത് എന്നോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുന്ന നിമിഷങ്ങൾ. ബഷീർക്ക മറന്നുപോകുന്നത് ബഷീർക്കയ്ക്ക് ജീവിതകാലം മുഴുവൻ അന്നം നൽകിയ UAE-യും സൗദി അറേബ്യയും ഒക്കെ മോദിയേക്കാൾ വലിയ പോഴന്മാരാണ് എന്ന് സമ്മതിക്കുകയാണെന്നാണ്. അവർക്ക് ഇറാനെതിരാണ്, അവർക്ക് ഇസ്രായേലിനെയും അമേരിക്കയും പിന്തുണയ്ക്കുന്നു. ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള മിനിമം വിവരം ഇവർക്കുണ്ടാവട്ടെ. സഖാവ് M സ്വരാജ് പതിവ് പോലെ ചതുരവടിവ് സംഭാഷണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്രാജ്യത്വ യുദ്ധവെറിക്കെതിരെ പൊരുതുക. ആകാശം പോർവിമാനങ്ങൾ കൊണ്ട് നിറയുന്നു, ഭൂമി മൃതശരീരങ്ങൾ കൊണ്ടും. സാമ്രാജ്യത്വ യുദ്ധവെറി ഇറാനെ ലക്ഷ്യമിടുമ്പോൾ ഒരിക്കൽ കൂടി ലോകം അശാന്തമാകുന്നു. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പുറത്തു വരുന്ന വാർത്ത പെൺകുട്ടിയുടെ സ്കൂൾ ആക്രമിക്കപ്പെട്ടതിൻ്റെയും നിരവധി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെതുമാണ്. എല്ലാ യുദ്ധങ്ങളും ആദ്യം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിസ്സഹരായ മനുഷ്യരെയും കൊന്നൊടുക്കുന്നു. എല്ലാ യുദ്ധങ്ങളിലും മനുഷ്യർ പരാജയപ്പെടുന്നു. മനുഷ്യത്വവും. ലോകത്താദ്യമായി ആണവയുദ്ധം പ്രയോഗിച്ചവർ ഇപ്പോഴും ആണവായുധ ശേഖരം കൈവശമുള്ളവർ ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കുമെന്ന കാരണം പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആക്രമണം ക്രൂരമായ ഫലിതമാണ്. അമേരിക്കയും ഇസ്രായേൽ ഉൾപ്പെടുന്ന കൂട്ടാളികളും ഇറാൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ ശത്രുക്കൾ. സാമ്രാജ്യത്വ യുദ്ധവെറിക്കെതിരെ അണിനിരക്കേണ്ടത് ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ കടമയാണ്. കൊല്ലപ്പെടുന്ന മനുഷ്യരൊക്കെയും നമ്മുടെ സഹോദരങ്ങളാണ്. യുദ്ധഭീകരതയ്ക്കെതിരെ ഓരോ തെരുവിലും സമാധാനത്തിൻ്റെ പതാകകൾ ഉയരണം. മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് വഴികാട്ടുമ്പോൾ കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട സാമ്രാജ്യത്വം ലജ്ജിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. സ്വരാജ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൊന്നു തള്ളിയത്രയും മനുഷ്യരെ ലോകത്തെ മറ്റൊരു ഭരണകൂടവും കൊന്നു തള്ളിയിട്ടില്ല എന്നെങ്കിലും സ്വരാജ് തിരിച്ചറിയണം. സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ എഴുത്തുകാരെയും സാംസ്കാരിക നായകരെയും പോലും തുറുങ്കിലടച്ച് നിർദ്ദയം കൊന്നു തള്ളിയത് അവരുടെ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വേണ്ടിയാണ്. അത്രയും നിരപരാധികളുടെ ജീവൻ ഈ സാമ്രാജ്യത്വ ശക്തികൾ ഇതുവരെ എടുത്തിട്ടില്ല. മാത്രമല്ല, സ്വന്തം ജനതയെ കൊന്നുതള്ളി അവരുടെ സകല സ്വാതന്ത്ര്യവും ഇല്ലാതാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു കൊല്ലപ്പെട്ട അയത്തുള്ള ഖൊമേനി എന്ന് മറക്കരുത്. ഇതൊക്കെ പറയുമ്പോഴും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇറാനിലെ ജനങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ, ഇറാനിലെ ജനങ്ങളുടെ ജനാധിപത്യം ഇല്ലാതാക്കുന്നെങ്കിൽ അമേരിക്ക എന്തിനിടപെടണം? ഇറാനിലെ ജനങ്ങൾ ചെയ്യുകയില്ലേ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നു.
മോദിയെ ഇഷ്ടമില്ലാത്ത അനേകം പേർ ഈ രാജ്യത്തുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ മോദി ജനാധിപത്യമില്ലാത്ത തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഭരണാധികാരി ആണ് എന്ന് പറയുന്നവരാണ്. അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യത്തെ കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ കൊന്നുതള്ളി മറ്റൊരു രാജ്യത്തിന് ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിലും ഇസ്രായേലും നടത്തുന്ന ഈ ചൂതാട്ടത്തെ എങ്ങനെയാണ് മനുഷ്യത്വമുള്ളവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യം വളരെ ഗൗരവത്തോടെ എന്നാൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് സ്വതന്ത്ര രാജ്യങ്ങളിൽ അധിനിവേശം നടത്തുന്ന അമേരിക്കയുടെ നിലപാടിനോട് എനിക്കും വിയോജിപ്പാണ്. ഒരു രാജ്യത്തെ ജനതയുടെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ലോകത്തെല്ലായിടത്തും ജനാധിപത്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയൊന്നും അമേരിക്കയ്ക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇറാനിലും വെനസ്വേലയിലും ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ച ട്രംപ് ഉത്തര കൊറിയയിൽ അതിന് ശ്രമിക്കാത്തത് എന്ന ചോദ്യവും ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്. ആ ചോദ്യത്തോട് എനിക്കും യോജിപ്പാണ്. വെനസ്വേലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കൻ ജയിലിൽ അടച്ച ട്രംപിൻ്റെ നിലപാടിനെ ശക്തമായി എതിർക്കുന്ന ആളാണ് ഞാൻ. അത് ഏത് ജനാധിപത്യത്തിൻ്റെ പേരിലാണെങ്കിലും ട്രംപ് ചെയ്തത് തെറ്റാണ് എന്ന് വിശ്വസിക്കുകയും അത് അങ്ങനെ തന്നെ ഇന്നേ വരെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വെനസ്വേലയോട് ട്രംപ് ചെയ്തതുപോലെയാണോ ഖൊമേനിയോട് ട്രംപ് ചെയ്തത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഇത് കേവലം ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധമല്ല. ജനാധിപത്യം പുനഃസ്ഥാപിക്കാനോ എണ്ണ മോഷ്ടിക്കാനോ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ഇടപെടലുകളെ എതിർക്കുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ മറ്റൊരു വ്യത്യാസമുണ്ട്. ഇറാൻ്റെ പ്രഖ്യാപിത നിലപാടാണ് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണമെന്നത്. ഇസ്രായേലില്ലാത്ത ഭൂപടം സൃഷ്ടിച്ച് ഇറാൻ എന്ന രാജ്യം വിശ്രമിക്കൂ എന്ന് അയത്തുള്ള ഖൊമേനി മാത്രമല്ല ഇറാനിലെ ഭരണാധികാരികൾ മാറി മാറി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ എന്തെങ്കിലും ഇറാനോട് ചെയ്യുന്നത് കൊണ്ടല്ല, അവിടുത്തെ ജനത ജൂതന്മാരായതുകൊണ്ട്, ജൂതന്മാർ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ഇസ്രായേൽ എന്ന രാജ്യം ജൂതരാഷ്ട്രമായതുകൊണ്ട് ആ രാഷ്ട്രം ഇല്ലാതാകണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് പ്രശ്നം. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂപടത്തു നിന്ന് തുടച്ചു നീക്കുകയാണ്. ഇറാൻ അതെങ്ങനെ സാധ്യമാവും? ഇറാൻ ഇസ്രായേലിൻ്റെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചാൽ നേരിടാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. ഇറാൻ മറ്റ് രാജ്യങ്ങളെ കൂട്ടി ആക്രമിച്ചാൽ പോലും ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ ഇറാൻ ആണവ യുദ്ധത്തിനിറങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിന് അയൺ ഡോം പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ കഴിയുന്നില്ല. ഇന്നും ഇന്നലെയും ടെൽ-അവീവ് അടക്കം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ നിബന്ധിച്ചിട്ടുണ്ട്. ആളപായാൻ പോലുമുണ്ട്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയും അത് ഇസ്രായേലിൻ്റെ മേൽ ഉപയോഗിക്കുകയും ചെയ്താൽ ആ രാജ്യത്തിൻ്റെ ഭാവി എന്താവും? അങ്ങനെ ചെയ്യില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയണം എന്ന് പറയുന്ന ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്താൽ തീർച്ചയായും അത് പരീക്ഷിച്ചെന്ന് വരാം. അത് തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞേക്കാം. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതായി പോവും. ആ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ച് മണ്ണടിയും. അതിനുവേണ്ടി അവർ നിന്നു കൊടുക്കണോ? സ്വാഭാവികമായ ചോദ്യമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവുന്നത് ഇറാൻ എന്ന രാജ്യം അണുവായുധമുണ്ടാക്കുമ്പോഴാണ്. ഓർക്കുക, ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും സൃഷ്ടിച്ച രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ പിന്തുണയും പരിശീലനവും പണവും ആയുധങ്ങളുമാണ് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും നിലനിർത്തുന്നത്. ആ രണ്ട് ഭീകര സംഘടനകളും ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനേറെ ഫലസ്തീനിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും അവർക്ക് പണവും ആയുധവും നൽകുന്നതും ഇറാനാണ്. ഈ മൂന്ന് ശക്തികളെയും കഴിഞ്ഞ 2-2.5 വർഷം കൊണ്ട് ഇസ്രായേൽ ഏതാണ്ട് അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും അവർ നിരായുധരായി മാറിയിരിക്കുന്നു. അവർക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അവരെ തീറ്റിപ്പോറ്റുന്ന ഇറാൻ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ ഭീകര സംഘടനകൾക്ക് ഏതു നിമിഷവും ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യത അവശേഷിക്കുന്നു. ഇതിനേക്കാൾ വലുതാണ് ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്താൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ ഇറാൻ്റെ അണുവായുധ ശേഖരത്തെ ഇല്ലാതാക്കിയാൽ മതിയാവും. അതിനുവേണ്ടിയാണ് ഈ യുദ്ധം. എത്രയോ കാലമായി ഇസ്രായേൽ അതിന് പരിശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ട്രംപ് പലതവണ പറഞ്ഞതാണ്.
ട്രംപ് ഇല്ലെങ്കിലും തങ്ങളത് ചെയ്യും. ഇപ്പോൾ അവർ നിർണായകമായ അണുവായുധ വികസന പദ്ധതിയിലാണ്. അതിപ്പോൾ തടഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാകും എന്ന് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയാണ് ഇങ്ങനെയൊരു യുദ്ധത്തിനിറങ്ങിയത്. അതെ, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇറാൻ എന്ന രാജ്യം അണുവായുധം ഉണ്ടാക്കുന്നത്. ഇറാനിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും ഇറാൻ ഭരണകൂടം പാവപ്പെട്ട മനുഷ്യരെ കൊന്നുതള്ളി എന്ന ആരോപണത്തെക്കുറിച്ചും ഒന്നും ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പലതും നിറം പിടിപ്പിച്ച കഥകളാവും എന്ന് തീർച്ചയാണ്. സദ്ദാം ഹുസൈനെക്കുറിച്ചും ഇറാഖിനെക്കുറിച്ചും അമേരിക്ക പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. എന്നാൽ ഹുസൈനെ കൊന്നുതള്ളിയ ശേഷം തിരിച്ചറിഞ്ഞു അവിടെ ഒന്നും ഒരു ചുക്കുമില്ലെന്ന്. എന്നാൽ ഇറാൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഇറാൻ അണുവായുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇറാൻ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അണുവായുധം ഇല്ലാതാക്കണം, അത് പൂർണ്ണമായി നശിപ്പിക്കണം എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ഇറാൻ പറഞ്ഞെങ്കിൽ പിന്നെ മറ്റു വഴി എന്താണ് ഇസ്രായേലിൻ്റെ മുമ്പിലുള്ളത്? തങ്ങളുടെ ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ ഇറാന് അനുവദിച്ചു കൊടുക്കണമോ, അതോ അതിനു മുൻപ് അതിന് തടയിടണമോ? അതാണ് സംഭവിച്ചത്. അമേരിക്ക സമ്മതിച്ചില്ലെങ്കിലും ഇസ്രായേൽ ഇറാൻ്റെ മേൽ ബോംബിടുമായിരുന്നു. ഇസ്രായേൽ നേരിട്ട് ഇറാൻ്റെ മേൽ ബോംബിട്ടാൽ, അവരെ ആക്രമിച്ചാൽ അത് വലിയ തരത്തിലുള്ള വേർതിരിവിന് കാരണമാവുകയും അമേരിക്കയുടെ സഖ്യകക്ഷികളായ മുസ്ലിം രാജ്യങ്ങൾ എതിരാവുകയും ചെയ്യും എന്നുറപ്പുള്ളത് കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ യുദ്ധത്തിൽ മനസ്സോടെ ചേർന്നതും ഇപ്പോൾ ഇറാന്റെ കഥ കഴിക്കാൻ രംഗത്തിറങ്ങിയതും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണിത്. ആ യുദ്ധം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ്, മാനവകുലത്തെ സംരക്ഷിക്കാനാണ്. ഇറാൻ എന്ന തീവ്ര ഇസ്ലാമിക രാജ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശപഥം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ അണുവായുധം നിർമ്മിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. അതിന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ശ്രമിച്ചു. അതിക്രമമാണ്, അധിനിവേശമാണ്, തെമ്മാടിത്തരമാണ്. പക്ഷേ ഇസ്രായേൽ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ, ആ രാജ്യത്തെ ഭീകരരാഷ്ട്രമായ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ ഈ യുദ്ധം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കേണ്ടത്, ഇറാനൊപ്പമല്ല.